സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു DIY പൗഡറാണിത് കേട്ടോ. ഈ ഒരു പൗഡറിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ തടി കുറയുവാനും അതുപോലെ പീരിയഡ്സ് റെഗുലർ ആവാനും ഒക്കെ വേണ്ടിയിട്ടാണെന്നാണ് യൂട്യൂബിനകത്ത് ഞാൻ കണ്ടത്. അപ്പം ഒരുപാട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നല്ലോണം വൈറലായിട്ടുള്ളൊരു DIY പൗഡറാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടൊരു 3 മാസമായി. എനിക്ക് പീരിയഡ് നല്ലോണം റെഗുലർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വളരെയധികം എളുപ്പമാണ്. 1 കപ്പ് ഉലുവ, അതുപോലെ 1 കപ്പ് കരിഞ്ജീരകം, അതുപോലെ 1/2 കപ്പ് അയമോദകം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലുള്ളൊരു ചട്ടി ചൂടാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കൈയെടുക്കാതെ വറുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്നാണത് കരിഞ്ഞു പോവുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ളൊരു കളറായി മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം വീണ്ടും കുറച്ച് നേരം ഇളക്കുക. എന്നിട്ട് എത്രയും വേഗം ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം നല്ല രീതിയിൽ മിക്സിയുടെ ചെറിയൊരു ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇത് പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിക്കുമ്പം ഏറ്റവും അടിയിലായിട്ട് കുറച്ചധികം ഒരു പേസ്റ്റ് പോലെ ഇങ്ങനെ അടിയിൽ പതിഞ്ഞ് കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട നല്ലൊരു സ്പൂൺ എടുത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്നുകൂടെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു പൗഡറായിട്ട് വീണ്ടും ബാക്കിയുള്ളത് പോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പം എനിക്ക് ഈ ഒരു ബാച്ച് 3 മാസത്തേക്കാണ് നിലനിന്നത് കേട്ടോ. 3 മാസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടി. അപ്പം എനിക്കിതുകൊണ്ടുണ്ടായ ഉപകാരം എന്ന് പറയുന്നത് പീരിയഡ് റെഗുലർ ആവുക എന്നുള്ളതാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാടെ മാറി എന്നുള്ളതാണ്. അതുപോലെ വേദനയ്ക്കും ചെറിയ രീതിയിലൊരു കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. പീരിയഡ് ആവുന്ന ദിവസങ്ങൾ ഞാനിത് ഉപയോഗിക്കാറില്ല, 1-2 ദിവസം. അത് ഉപയോഗിച്ച പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത്രയ്ക്കും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുടിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. 1 സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് കലക്കി എടുത്തിട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുടിക്കുക. എന്നിട്ട് പല്ലൊക്കെ തേച്ച് കിടന്നുറങ്ങുക. ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ഐ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.